ഇന്ന് തേനീച്ചയുടെ കഥയാണ്. തേനീച്ച തേനുണ്ടാക്കുന്ന കഥയല്ല, തേനീച്ച കൂടുണ്ടാക്കുന്ന കഥയാണ്. വൈശാഖൻ തമ്പി സാർ പറയുന്ന ആ കഥ കേൾക്കാം. ഒരു തേനീച്ച കൂടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ആ ഓരോ അറകളും വിന്യസിച്ചിരിക്കുന്ന ആ പെർഫെക്ഷൻ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? നമ്മൾ ഇതിനെ സയൻസിലൂടെ വിശദീകരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്. അത് നമ്മൾ സെൽഫ് ഓർഗനൈസേഷൻ എന്നാണ് വിളിക്കുന്നത്. സെൽഫ് ഓർഗനൈസേഷൻ എന്ന് വെച്ചാൽ പുറമേ നിന്ന് ഒരു സെൻട്രൽ കോർഡിനേഷനോ നിയന്ത്രണമോ ഒന്നും ഇല്ലാതെ താനേ തന്നെ ഈ സ്ട്രക്ചർ ഉണ്ടായി വരുന്നത്, ക്രമം ഉണ്ടായി വരുന്നത്, കൃത്യം ഹെക്സഗണൽ ഷേപ്പുള്ള ഷഡ്ഭുജാകൃതിയുള്ള അറകൾ ഇങ്ങനെ വരിവരിയായിട്ട് ഈ തേനീച്ചകൾ എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. പ്രവർത്തിക്കുന്നത് വളരെ ലളിതമായിട്ടുള്ള ചില നിയമങ്ങളാണ്. ഒന്ന്, ഈ തേനീച്ച എന്തിനാണ് അറകൾ ഉണ്ടാക്കുന്നത്? അതിന് തേൻ ശേഖരിച്ചു വെക്കാനാണ്. അതിന്റെ തലമുറകൾക്ക് വേണ്ടിയിട്ടാണ് ഈ തേൻ ശേഖരിച്ചു വെക്കുന്നത്. അപ്പോൾ ഈ തേൻ ശേഖരിച്ചു വെക്കാനുള്ള അറയായിട്ട് അത് അതിന്റെ വാക്സിൻ ഉപയോഗിച്ചാണ്, ആ തേനീച്ചയുടെ മെഴുക് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അത് ആദ്യം അതിന്റെ സലൈവായിട്ട് മിക്സ് ചെയ്ത് വളരെ വിസ്കോസിറ്റി കുറഞ്ഞ ഒരു ദ്രാവകം വെച്ചാണ് ആദ്യം ഈ അറ ഉണ്ടാകുന്നത്. അപ്പോൾ ഉണ്ടാക്കാൻ ഏറ്റവും എളുപ്പം വട്ടത്തുള്ള അറ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഓരോ തേനീച്ചയും തൊട്ടടുത്ത് തേനീച്ച ഉണ്ടാക്കുന്ന അറയോട് ചേർത്ത് വട്ടത്തിലൊരു അറ ഉണ്ടാക്കുന്നു. ഇത് ഒരു ലിക്വിഡാണ് അടിസ്ഥാനപരമായിട്ട് ആദ്യം ഇത് ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ ലിക്വിഡിന്റെ പ്രത്യേകത ഉണ്ട്. അതിന് സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത് എല്ലാ ദ്രാവകങ്ങൾക്കും സർഫസ് ടെൻഷൻ അല്ലെങ്കിൽ പ്രതല ബലം എന്ന് പറയുന്ന പ്രത്യേകത ഉണ്ട്. അത് അതിന്റെ ഉപരിതലം അതെപ്പോഴും ഏരിയ കുറച്ച് ഒരു സ്ട്രെച്ച് ചെയ്ത റബ്ബർ ഷീറ്റ് വരെ നിൽക്കാൻ ശ്രമിക്കും. അതിന് പിന്നിൽ ജലതന്മാത്ര അല്ലെങ്കിൽ ആ ദ്രാവകത്തിലെ തന്മാത്രകൾക്കിടയിലുള്ള ചില പ്രത്യേകതരം കൊഹീസീവ് ബലങ്ങളാണ് പ്രവർത്തിക്കുന്നത്. നമുക്ക് അതിന്റെ വിശദാംശം എന്ത് തന്നെയായാലും ദ്രാവക ഉപരിതലങ്ങൾക്ക് ഇങ്ങനെ വലിഞ്ഞു നിൽക്കാനുള്ള ഒരു പ്രത്യേകത, അതിനാണ് നമ്മൾ സർഫസ് ടെൻഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ബി വാക്സിന് തുടക്കത്തിലുള്ള സർഫസ് ടെൻഷൻ കാരണം ഇത് പരസ്പരം ഒട്ടി മിനിമം സർഫസ് ഏരിയയിലേക്ക് വരാൻ ശ്രമിക്കും. അത് മാത്രമല്ല, ഇതിനിടയ്ക്ക് സ്പേസ് ഇല്ലാതെ ഈ അറകൾ പാക്ക് ചെയ്യുന്നതിന് ഏറ്റവും ഒപ്റ്റിമം ആയിട്ടുള്ള ഷേപ്പ് എന്ന് പറയുന്നത് ഷഡ്ഭുജമാണ്. അതായത് ഈ ക്ലോസ് ആയിട്ട് ഈ അറകൾ പാക്ക് ആവണം. അപ്പൊ അടുത്തടുത്ത് ഈ വട്ടത്തിലുള്ള അറകൾ ഉണ്ടാവുകയും അതിന്റെ ഭിത്തികൾ ഈ ദ്രാവകം കൊണ്ടായിരിക്കും ചെയ്യുമ്പോൾ ദ്രാവകത്തിന്റെ പ്രതലബലവും ഈ ഇടയ്ക്ക് സ്പേസ് ഇല്ലാതെ അറേഞ്ച് ചെയ്യുന്നതിനുള്ള നാച്ചുറൽ ടെൻഡൻസിയും കാരണം ഇത് നാച്ചുറലായി തന്നെ സ്വാഭാവികമായി തന്നെ ഇതൊരു ഷഡ്ഭുജാകൃതിയിലേക്ക് ഈ അറ മാറും. അപ്പൊ ആ രൂപത്തിലിരുന്നാണ് ആ വാക്സ് ഉറയ്ക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ സോളിഡ് ആയിട്ട് തന്നെയുള്ള ഈ ഹെക്സാഗണൽ അറകളുടെ ഒരു നീണ്ട അരയായിട്ട് ഒരു ഹണി കോംബ് രൂപം കൊള്ളും. ഇതിന് ഒരു തേനീച്ചയും സർഫസ് ടെൻഷനെ കുറിച്ച് അറിയേണ്ട കാര്യമില്ല. ഇത് എങ്ങനെ അറേഞ്ച് ചെയ്യാം എന്നറിയേണ്ട കാര്യമില്ല. ഇപ്പറഞ്ഞ കഥയിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഈ പറഞ്ഞ കഥ ശാസ്ത്രലോകം പൂർണ്ണമായി അംഗീകരിക്കുന്നില്ല എന്നതാണ് വസ്തുത. There's still a great deal of debate amongst biologists as to how the bees actually do it. Do they build hexagons from scratch using some kind of instinctive behaviour? Or do they in fact build a simpler shape, perhaps circles, and then because the wax heats up it can deform and the laws of physics themselves change the circles into hexagons? That's still not agreed upon. കാർഡിഫ് യൂണിവേഴ്സിറ്റി പ്രൊഫസറായ BL കരിഹാലോയും കൂട്ടരും നടത്തിയ ഒരു പഠനമുണ്ട്. തേനീച്ചക്കൂടിന്റെ നിർമ്മാണ പ്രക്രിയയിൽ വൃത്താകൃതിയിൽ ആദ്യം നിർമ്മിക്കുന്ന അറകൾ റൗണ്ടഡ് ഹെക്സഗൺ അഥവാ വളഞ്ഞ അരികുകളുള്ള ഷഡ്ഭുജമായി മാറ്റപ്പെടുന്നു എന്ന് തെളിയിക്കാനുള്ള ആ പഠനത്തിൽ പോലും അവർ അവസാനത്തിൽ എഴുതി ചേർത്തത് ഇങ്ങനെയാണ്: നിർമ്മാണ പ്രക്രിയയുടെ ഓരോ ഘട്ടത്തിലും കൃത്യമായി ഇടപെട്ട് വാക്സിനെ കൈകാലുകൊണ്ട് ചേർത്തും ചൂടാക്കിയും നിർമ്മലമാക്കിയും ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുന്ന തേനീച്ചയുടെ ഇടപെടലിൽ ഞങ്ങൾ അത്ഭുതപ്പെട്ടു എന്ന്. പ്രൊഫസർ ഫ്രാൻസിസ്കോ നാസി നടത്തിയ പഠനത്തിൽ തേനീച്ചക്കൂടിന്റെ ഷഡ്ഭുജാകൃതിയിൽ തേനീച്ചക്കുള്ള പങ്കിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. തമ്പി സാർ നേരത്തെ പറഞ്ഞ പോലെ വൃത്താകൃതിയിലുള്ള കൂടിന്റെ ഭാഗങ്ങൾ സ്വാഭാവികമായി ഹെക്സഗണായി എന്ന വാദത്തെ പ്രൊഫസർ ഫ്രാൻസിസ്കോ നാസി തന്റെ പഠനത്തിൽ ചോദ്യം ചെയ്യുന്നുണ്ട്. ഓരോ ലെയറിലും എങ്ങനെ കൃത്യമായ അളവിലുള്ള വൃത്തങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു? ഓരോ വൃത്തത്തിന് ചുറ്റും ഷഡ്ഭുജാകൃതി ലഭിക്കുന്ന രൂപത്തിൽ മറ്റു വൃത്തങ്ങൾ എങ്ങനെ രൂപപ്പെടുന്നു? തുടങ്ങിയ ചോദ്യങ്ങളിലൂടെ അളന്നു മുറിച്ചുള്ള ഈ നിർമ്മാണ പ്രക്രിയയിൽ തേനീച്ചയ്ക്ക് കൃത്യമായ പങ്കുണ്ട് എന്ന് തെളിയിക്കുന്നു. കൃത്യമായ വലിപ്പത്തിൽ, കൃത്യമായ കോണളവിൽ, കൃത്യമായ അകലത്തിൽ കൃത്യതയോടെ നിർമ്മിക്കപ്പെടുന്ന തേനീച്ചക്കൂട് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു സംഭവമല്ല. തേനീച്ചയുടെ സർഗാത്മകമായ കഴിവ് അതിനു പിറകിലുണ്ട്. വിശുദ്ധ ഖുർആനിലെ 16-ാം അധ്യായത്തിന്റെ പേര് സൂറത്തുൻ നഹ്ൽ എന്നാണ്, തേനീച്ച എന്നർത്ഥം. ആ അധ്യായത്തിന്റെ 68-ാം വചനത്തിൽ സൃഷ്ടാവ് തേനീച്ചക്ക് കൂടുണ്ടാക്കാൻ ബോധനം നൽകിയതിനെ കുറിച്ച് പറയുന്നുണ്ട്. തേനീച്ചക്ക് കൂടുണ്ടാക്കാൻ കഴിവ് നൽകിയ സൃഷ്ടാവ് ആ കൂട് ഏറ്റവും എഫിഷ്യന്റായ രൂപത്തിൽ എങ്ങനെ നിർമ്മിക്കണമെന്ന് ബോധനം നൽകിയിട്ടുണ്ട്. മറ്റ് ആകൃതികളൊന്നും സ്വീകരിക്കാതെ ഏറ്റവും എഫിഷ്യന്റായ ഷഡ്ഭുജാകൃതിയിലേക്ക് എത്തുന്ന രൂപത്തിൽ കൂടുണ്ടാക്കണമെന്ന ബോധനമാണത്. മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടാവ് മനുഷ്യ ജീവിതത്തെ എഫിഷ്യന്റ് ആക്കാൻ വേണ്ടി മനുഷ്യരിൽ നിന്നുള്ള ദൈവദൂതന്മാരെ തെരഞ്ഞെടുക്കുകയും അവരിലേക്ക് ദിവ്യബോധനം നൽകുകയും ചെയ്തിട്ടുണ്ട്. ആ ദിവ്യ സന്ദേശങ്ങളെ പിൻപറ്റലാണ് ഏറ്റവും എഫിഷ്യന്റായ ജീവിതം നയിക്കാനുള്ള ഏക മാർഗം.